ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടവും മരണവും ലോകത്തെ ഞെട്ടിച്ച സംഭവമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം സജീവമായി നിൽക്കുന്നതിനിടെയാണ് അപകട മരണം ഉണ്ടായത്. ഇതോടെ ഇസ്രായേലിന് നേർക്കായി സംശയത്തിന്റെ മുന. ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കവും മോശമായ കാലാവസ്ഥയുമാണ് അപകടത്തിന് പിന്നിലെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. അതിനൊപ്പം ഇസ്രായേൽ ചാരസംഘടന മൊസാദാണ് അപകടത്തിന് പിന്നിലെന്ന അഭിയോഗവും പരന്നു. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട ദുരൂഹത പൂർണ്ണമായും ഇതുവരെയും മാറിയിട്ടില്ല. റൈസിയുടെ മരണശേഷം ഇറാന്റെ അവസ്ഥ എന്താണ്? ഇറാനിലെ ഒരു വിഭാഗം പ്രസിഡന്റിന്റെ മരണം ആഘോഷിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു. അതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. പടക്കം പൊട്ടിച്ചും പാർട്ടികൾ നടത്തിയും റൈസിയുടെ മരണം ആഘോഷിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. മരണാനന്തര കർമ്മങ്ങൾ നടന്ന ദിവസവും ഫ്ളാറ്റുകളിൽ മദ്യപാന പാർട്ടികൾ അടക്കം സംഘടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. ഇവരിലേറെയും സ്ത്രീകളായിരുന്നതായിരുന്നു ശ്രദ്ധേയം. കടുത്ത യാഥാസ്ഥിതിക ഭരണാധികാരി എന്ന നിലയിൽ കുപ്രസിദ്ധനായിരുന്നു റൈസി. ഇറാന്റെ പരമോന്നത നേതാവ് ഖമൈനിയുടെ ആജ്ഞ അതേപടി നടപ്പാക്കുന്നയാളായിരുന്നു അദ്ദേഹം. 2022 സെപ്റ്റംബറിൽ തട്ടമിടാതെ നടന്നതിന് മഹ്സ അമ്നി എന്ന പെൺകുട്ടിയെ മതപോലീസ് അറസ്റ്റ് ചെയ്തു. ഈ പെൺകുട്ടിയെ ക്രൂര പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി. ഈ സംഭവത്തിനു പിന്നാലെ അതിശക്തമായ ജനകീയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പ്രക്ഷോഭത്തിനെതിരെ റൈസി സ്വീകരിച്ച സമീപനവും രാജ്യാന്തര തലത്തിൽ വിമർശിക്കപ്പെട്ടിരുന്നു. പ്രക്ഷോഭത്തിനിറങ്ങിയ 500-ലധികം പേരെ രക്ഷാസേന കൊലപ്പെടുത്തി. 22,000 പേരെ തടവിലാക്കി. മഹ്സ അമ്നി പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് പിന്നീട് UN നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയതും റൈസിക്ക് തിരിച്ചടിയായിരുന്നു. ഇറാൻ-ഇറാഖ് യുദ്ധത്തിനിടെ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കൂട്ടുനിന്നയാളാണ് റൈസി. അതിനാൽ തെഹ്റാനിലെ കശാപ്പുകാരൻ എന്ന ദുഷ്പേരും റൈസിക്കുണ്ടായിരുന്നു. റൈസിയുടെ കടുത്ത നിലപാട് മൂലം 5000-ഓളം പേർ വധശിക്ഷയ്ക്ക് വിധേയരായിട്ടുണ്ടെന്നും ഇവരുടെ മൃതദേഹം അജ്ഞാത കേന്ദ്രങ്ങളിൽ സംസ്കരിച്ചെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2022 അധികാരമേറ്റയുടൻ ഹിജാബ്, സ്ത്രീകളുടെ പവിത്രത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർക്കശമാക്കി. ഇത് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കുന്നതിലേക്ക് നയിച്ചിരുന്നു. ഇതാണ് ബിക്കിനിയിട്ടും മദ്യപിച്ചും സ്ത്രീകളടക്കമുള്ളവർ പ്രസിഡന്റിന്റെ മരണവും മരണാനന്തര ചടങ്ങുകളും ആഘോഷിക്കാൻ കാരണം. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന 2001 നടന്ന തെരഞ്ഞെടുപ്പിലാണ് റൈസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2019 മുതൽ 2021 വരെ ഇറാനിലെ മതകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. രക്തരൂഷിതമായ ഇറാൻ-ഇറാഖ് യുദ്ധത്തിനൊടുവിൽ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു റൈസി. ഇതിന്റെ പേരിൽ US റൈസിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു.